മൊബൈൽ ഇങ്ങനെ എടുത്ത് നോക്കും, മൊബൈലിനകത്ത് ഈ വാട്സാപ്പ് ഒന്നുമില്ല. അപ്പോൾ ഈ വാട്സാപ്പ് ഇല്ലേ? വാട്സാപ്പ് ഇല്ല. അയ്യോ, അത് വലിയൊരു പുതിയ അറിവാണല്ലോ. വാട്സാപ്പ്, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല. അല്ല, സോഷ്യൽ മീഡിയ സ്വിച്ച് ഓഫ് ചെയ്യാൻ കാരണം എന്തോ ഈ അവിടത്തുള്ള വിമർശനം കൂടിയിട്ടാണോ? സോഷ്യൽ 2003 ശേഷം പത്രം വായിച്ചിട്ടില്ല. പത്രം വായിച്ചിട്ടില്ല. അപ്പോൾ ഈ പത്രക്കാർക്ക് ആകെ ടെൻഷനാവും ഇത്. പക്ഷെ ഒരുപാട് ബുക്ക് വായിക്കും. എല്ലാ ദിവസവും രാത്രി കുറേ നേരം വായിച്ചിട്ടേ ഉറങ്ങുള്ളൂ. അപ്പം ഞാനങ്ങനെ എനിക്കൊരു ഫോണിലൊരു മെസ്സേജ്, സാർ ഇങ്ങനെ ഒരു കുഞ്ഞിനെ പാമ്പ് കടിച്ച വിഷയമാണ് എന്ന് എനിക്ക് എഴുതിയ കൊട്ടാരക്കരയിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മണ്ഡലമല്ല. ഉടൻ തന്നെ ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പോൾ ആ കുഞ്ഞിനെ ഗോകുലം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുക, വെൻറ്റിലേറ്ററിലായി, ഈ വല്ലാത്തൊരവസ്ഥയിലായി. അപ്പോഴത്തന്നെ മെഡിക്കൽ കോളേജിൽ ബന്ധപ്പെട്ട് ഈ കുഞ്ഞിനെ ഗോകുലത്തിലെ ഡോക്ടർമാരോട് സംസാരിച്ചിട്ട് അവിടുന്ന് ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അവൻ സുഖമായി മരിച്ചു പോകുമെന്ന് എല്ലാവരും ഉറപ്പിച്ചാണ്. അപ്പോൾ അത് അവൻ്റെ വെൻറ്റിലേറ്ററിലൊക്കെ പോയി അനക്കമില്ല. ഈ 10 വയസ്സുള്ള കുഞ്ഞിനെ തിരിച്ച് മെഡിക്കൽ കോളേജിലെത്തി അവനെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ഡോക്ടറുമായി അവനെ വെൻറ്റിലേറ്ററിലാക്കി ഡോക്ടറോട് സംസാരിച്ചിട്ട് ഞാൻ ഉറങ്ങിയുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റത്തില്ല. അതിനെപ്പറ്റി ആലോചിച്ച് കിടക്കും. ഈ കുഞ്ഞിനൊന്നും വരില്ലേ എന്നുള്ളൊരു, ഞാൻ പറയില്ല, എൻ്റെ മകനാണെന്ന് ഞാൻ കാണും. അതാണ് ഒരു മനുഷ്യന് പറ്റിയ സ്വഭാവം അല്ലത്. കാരണം ഇതെല്ലാം കൂടെ മനസ്സിൽ കയറി. ഒരു മനഃശാസ്ത്രജ്ഞനാണ് ചോദിച്ചു, സാറേ ഈ കൗൺസിലിംഗ് നടന്ന എല്ലാം ഡോക്ടർ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ വൈകിട്ട് എന്താകുന്നത്? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഇവിടെ വെച്ച് മറക്കും, അല്ലെങ്കിൽ എനിക്ക് വൈകിട്ട് പ്രാന്തായി പോകുമെന്ന് പറഞ്ഞു. കറക്റ്റ് അല്ലേ? അദ്ദേഹം എല്ലാവരുടെയും കൂടെ വിഷമം മനസ്സിൽ കയറ്റിയാൽ. അല്ല, എനിക്കൊന്ന് ഗണേശന് പോലും സ്വീകരിക്കാവുന്ന ഒരു കാര്യം മനഃശാസ്ത്രൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ആരെങ്കിലും ഒരു പണി തന്ന് നമ്മുടെ ഉറക്കം പോക്കിയാലേ അതേ പണി തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ സുഖമായി ഉറങ്ങിക്കോണമെന്ന്. അതാ പറയുന്നത്. അപ്പോൾ ഇനി മറ്റൊരു കാര്യം, തീറ്റി എങ്ങനെയാണ്? ഭക്ഷണം ഒരുപാട് കഴിക്കുന്നുണ്ട്, പക്ഷെ വണ്ണം വയ്ക്കുന്നു. കുറച്ച് കഴിക്കും. ആഹാരത്തോട് ആർത്തിയൊന്നുമില്ല, എന്ത് തന്നാലും തിന്നും. എന്തിനോടാണ് ആർത്തി ഉള്ളത്? പഴങ്കഞ്ഞി കുടിക്കാൻ ഇഷ്ടമാണ്. ഓക്കെ. ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം പഴങ്കഞ്ഞി. ഇപ്പോൾ രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല, കഞ്ഞിയും പയറും തന്നാൽ കഴിച്ചോളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കഞ്ഞി കുടിക്കാനാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നാലും കഞ്ഞി കുടിക്കും. അപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് കഞ്ഞിയും ചമ്മന്തിയും പയറും തന്നാൽ കഴിച്ചോളൂ. കുക്ക് ചെയ്യാൻ അറിയാമോ? കുക്ക് ചെയ്യാൻ? ദോശ ഇടാൻ അറിയാം. ഓക്കെ, നല്ല കാര്യം. ഗണേശൻ ഒരു കാര്യം, ഇനി ഒരു സീരിയസ് ഇഷ്യൂലേക്ക് വരികയാണ്. അതായത് ഈ റോബിൻ എന്ന് പറയുന്ന ബസ്, ആ വണ്ടിയെ മുക്കിന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുകാർ പിടിച്ചു നിർത്തി ബുദ്ധിമുട്ടിച്ചു എന്നൊരു പരാതി വന്നു. അപ്പോൾ ഗണേശൻ അതിശക്തമായ റോബിൻ്റെ മുതലാളിക്കിട്ട് പണിയുകയും ചെയ്തു. പണിഞ്ഞെന്ന് വെച്ചാൽ വിമർശിച്ചു, ശക്തമായി വിമർശിച്ചു. ഗണേശൻ വരുന്നതിന് മുമ്പാണ് അത് സംഭവം ഉണ്ടായത്. അപ്പോൾ അതായത് ഇത് പുറത്തേക്ക് കൊടുക്കുന്നൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ആളുകൾ എന്തെങ്കിലും സംരംഭമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരെ വിഷമിപ്പിക്കും, ബുദ്ധിമുട്ടിക്കും. അതൊന്ന് തിരുത്തിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. പരിപൂർണമായും നിയമപരമായി അക്കാര്യം ശരിയാണോ എന്നുള്ള കാര്യം ഈ റോബിൻ ബസിൻ്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് റോബിൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് പറഞ്ഞാൽ അതനുസരിക്കണം. അതല്ല അദ്ദേഹം ചെയ്യുന്നതിൽ നിയമവ്യവസ്ഥയിൽ തെറ്റുണ്ടെങ്കിൽ, ഞാൻ ഏത് മന്ത്രിയാവുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞ മറുപടി അന്ന് ഇതാണ്. അദ്ദേഹം കോടതിയിലെത്തട്ടെ, അദ്ദേഹത്തിന് കോടതി അനുവാദം കൊടുത്താൽ ആരും പിന്നെ എതിർക്കില്ല. അദ്ദേഹത്തിന് കോടതി തടഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ മറ്റ് ബസ്സുകളെല്ലാം ഓടുന്നുണ്ടല്ലോ. നമ്മൾ ചിന്തിക്കും, ഇപ്പോൾ ബാംഗ്ലൂരേക്കൊക്കെ വണ്ടി പോകുന്നുണ്ട് എല്ലാം, പക്ഷെ ബോർഡ് വെച്ച് ഓടാൻ നിയമത്തിൽ വ്യവസ്ഥയില്ല.